ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൺ പേജ് എസ് സിയെ പറ്റിയാണ്. അതായത് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ഓൺ പേജ് SEO റാങ്ക് മാത്ത് എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ റാങ്ക് മാത്ത് എന്ന് പറയുന്നൊരു SEO ടൂൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ പോയി നോക്കിയാൽ മതി. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓൺ പേജ് SEO എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം വേർഡ്പ്രസ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ആദ്യം കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലാഷ് കൊടുക്കുക. WP admin എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വേർഡ്പ്രസിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. എൻ്റർ പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിൽ നമ്മൾ ലോഗിനായി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് നമ്മുടെ നമ്മുടെ വെബ്സൈറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ടൂൾസ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പ്ലഗിൻ ആഡ് ചെയ്തപ്പോൾ നമ്മൾ റാങ്ക് മാത്ത് എന്ന് പറയുന്ന ഒരു SEO ടൂൾ നമ്മൾ ആഡ് ചെയ്തതായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന റാങ്ക് മാത്ത് എന്ന് പറയുന്ന ടൂളാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഓൺ പേജ് SEO ചെയ്യാൻ പോകുന്നത്. നമുക്ക് യോസ്റ്റ് അതുപോലെ തന്നെ ഈ പറഞ്ഞ റാങ്ക് മാത്ത് ഇങ്ങനെ 2 ടൂൾസാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി യോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഏത് പേജിലാണ് ആദ്യം, അതായത് നമുക്കൊരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ നമുക്കതിന് ഹോം പേജ്, സർവീസ്, ബ്ലോഗ് ഇങ്ങനെയുള്ള പല പേജസ് കാണും. അപ്പോൾ ഏതിലാണ് നമ്മൾ ആദ്യം SEO ചെയ്യുന്നത് ആ പേജ് വേണം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാനുണ്ട്. അതായത് ഒരു മെയിൻ പേജായ ഹോം പേജ് തന്നെ നമുക്കിവിടെ ചെയ്തു പോകണം. അതിന് വേണ്ടിയിട്ട് പേജസ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് വരിക. അപ്പോൾ അവിടെ നമുക്ക് ഹോം എന്ന് പറയുന്ന ഒരു പേജ് നമുക്ക് കാണാൻ പറ്റും. ആ ഹോം എന്ന് പറയുന്ന പേജിൽ അവിടെ നമുക്ക് ക്വിക്ക് എഡിറ്റ് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസും കൂടെ നമുക്ക് കാണാൻ പറ്റും. അതിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹോം പേജിൻ്റെ അകത്തേക്കാണ് നമ്മൾ ലോഗിൻ ആവുന്നത്. ആ ഹോം പേജിൽ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് നമ്മൾ എലമെൻ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഹോം പേജ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഈ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് കുറച്ച് കോളം കാണാൻ പറ്റും. ഇത് റാങ്ക് മാത്തിൻ്റെ കോളംസാണ്. അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന, ഞാനിപ്പോൾ ഓൾറെഡി ഇതിന് SEO ഓൺ പേജ് കുറച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 7900 എന്ന് പറയുന്നത് 79 അതായത് എത്രത്തോളം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അതായത് നമുക്കറിയാം, നമ്മളൊരു ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ കാണിച്ചു തരും, അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ കാണിച്ചു തരും. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സെർച്ച് വരുന്നത് എന്നതിൻ്റെ ബേസിലായിരിക്കും. അതായത് ഒരു യൂസർ നമ്മൾ ഒരു ഗൂഗിളിൽ ഇങ്ങനെ ഒരു ക്വറി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണം അവർക്ക് റിസൾട്ട് കൊടുക്കാൻ. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഇൻ കേരള, ഏതെങ്കിലും പ്ലേസ് ലൊക്കേഷൻ സഹിതം വരുന്ന ഒരു ക്വറിയാണെങ്കിൽ അതനുസരിച്ച് വേണം അവർക്ക് വേണ്ട റിസൾട്ട് വേണം ഗൂഗിളിൽ കാണിക്കാനായിട്ട്. അങ്ങനെ വരുന്നത് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? അതായത് ആദ്യം നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യും, ഏത് കീവേഡാണ് ആളുകൾ സെർച്ച് ചെയ്യുന്നത്, അതനുസരിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അതിൻ്റെ ഓൺ പേജ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പ്രിവ്യൂ, എഡിറ്റ്, സ്നിപ്പറ്റ് ഇങ്ങനെയുള്ള 2 ഓപ്ഷൻ കാണുന്നു. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഗൂഗിളിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. അതായത് ആരെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേം ഇൻ കോട്ടയം അല്ലെങ്കിൽ കേരള അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അത് റാങ്കായി വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഒരു ടൈറ്റിൽ, ഇതിന് നമ്മൾ മെറ്റാ ടൈറ്റിൽ എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് 60ഓളം
ക്യാരക്ടേഴ്സ് നമുക്കിവിടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ടൈറ്റിൽ നമുക്ക് എഴുതുവാൻ സാധിക്കും. തൊട്ട് താഴെ പെർമാ ലിങ്ക് ജസ്റ്റ് സ്ലാഷാണ്, അതായത് സ്ലാഷ് വരുന്നതാണ് ഹോം പേജായിട്ട് വെച്ചേക്കുന്നത്. അതിന് തൊട്ട് താഴെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. അതായത് തൊട്ട് താഴെ വരുന്നത്, അതായത് ഈ ഒരു ടൈറ്റിന് തൊട്ട് താഴെ വരുന്നതാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ കീവേഡ്സ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഏത് കീവേഡ്സാണ് ആളുകൾ സെർച്ച് ചെയ്യുന്നതെന്നും ഏതിലൂടെയാണ് നമുക്ക് ട്രാഫിക് കിട്ടുന്നതെന്നും ഏതിലൂടെയാണ് നമുക്ക് സെയിൽസ് വരുന്നതെന്നും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒറ്റയടിക്കാതെ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിനുശേഷം അത് പഠിച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, പെർമാലിങ്ക് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വേണം ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്നത് കീവേഡ് റിസർച്ചാണ്. കീവേഡുകൾ റിസർച്ച് ചെയ്ത് അതിനുശേഷമാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു യൂസർ വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, അവർ ടൈറ്റിൽ കാണുന്നു അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കാണുന്നു. അപ്പോൾ അത് ക്ലിക്കായി വരികയും ചെയ്യണം, നമുക്കതിൽ നിന്നൊരു സെയിൽ അല്ലെങ്കിൽ ഒരു ട്രാഫിക് കിട്ടുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ വെബ്സൈറ്റ് റാങ്ക് ആയാൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ സംഭവിക്കൂ. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഓൺ പേജ് SEO എന്ന് പറയുന്നത്. അതിനുശേഷം ഏതൊക്കെയാണ് കീവേഡുകൾ നമുക്ക് റാങ്കായി വരുന്നത്, ഏതൊക്കെ കീവേഡുകളാണ്, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്, അതിനൊക്കെ നമുക്ക് സെർച്ച് കൺസോൾ പോലത്തെ ടൂൾസുകളും അതുപോലെ തന്നെ ഗൂഗിൾ അനലിറ്റിക്സ്, പിന്നെ കീവേഡ് പ്ലാനർ, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്നും നമുക്ക് അടുത്ത വീഡിയോസിൽ നമ്മൾ നോക്കാം. അപ്പോൾ ഇതാണ് ഒരു റാങ്ക് മാർക്ക് എന്ന് പറഞ്ഞ ടൂളിൽ ഓൺ പേജ് SEOക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഫോക്കസ് കീവേഡ്, അതായത് കുറച്ച് കീവേഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫെയിം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരള, അങ്ങനെ കുറച്ച് കീവേഡ്സുകൾ കാണാൻ പറ്റും. അതായത് ഈ ഒരു കീവേഡ്സാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എത്രത്തോളം അത് റാങ്ക് ചെയ്ത് വരുന്നു എന്നുള്ളത് അതിൻ്റെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓൺ പേജിൻ്റെ ആ ഒരു ഡെപ്ത് അനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇത് 79 മാത്രമേ ഉള്ളൂ. ഇത് 100 ആയാൽ നമുക്ക് ഏകദേശം ഒരു റിസൾട്ട് കിട്ടുമെങ്കിൽ പോലും കോമ്പറ്റീഷൻ അല്ലേ, വളരെയധികം മറ്റ് ആൾക്കാർ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റുമായി കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ട് വളരെ പാടാണ് റാങ്ക് ചെയ്യുക. അതുകൊണ്ട് വളരെ ഫോക്കസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓൺ പേജ് SEO എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ SEOs വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കണ്ടൻറ് വൈസ് കുറച്ച് SEOs വരുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് എറേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് കംപ്ലീറ്റ് ഇമേജ്, നമ്മുടെ അതിനകത്ത് വരുന്ന കണ്ടൻറ്റിൻ്റെ ലെങ്ത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളോട് കൊടുത്തിരിക്കുന്ന മെറ്റ ടൈറ്റിൽ, മെറ്റ ഡിസ്ക്രിപ്ഷന്, ഇതെല്ലാം ഇവിടെ കാണിച്ചു തരും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോക്കസ് കീവേഡിനനുസരിച്ചാണ് നമ്മൾ SEO ടൈറ്റിൽ വന്നിരിക്കുന്നത്, അതനുസരിച്ചാണ് മെറ്റ ഡിസ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ആ കീവേഡുകൾ ഇതിൻ്റെ അകത്ത് ആഡായിട്ടുണ്ടോ, അല്ലെങ്കിൽ മെറ്റ ടൈറ്റിലെ ഡിസ്ക്രിപ്ഷനിലും ആഡായിട്ടുണ്ടോ എങ്കിൽ മാത്രമാണ് അത് റാങ്ക് ചെയ്ത് വരാനുള്ള സാധ്യത വളരെയധികം ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട്. ഓക്കെ, വീണ്ടും നമുക്ക് ഈ റാങ്ക് മാത്ത് എന്ന് പറയുന്ന ടൂളിൽ നിന്നുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ജനറലാണ്, തൊട്ടപ്പുറം അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഹോം പേജ് ഇൻഡെക്സിലാണോ എന്താണ്, അതായത് റോബോട്ട് മെറ്റ, അതായത് നമ്മുടെ വെബ്സൈറ്റ് ഇൻഡെക്സ് ചെയ്യുന്നു, ആദ്യം ക്രോൾ ചെയ്യുന്നു, പിന്നെ ഇൻഡെക്സ് ചെയ്യുന്നു, അതിനുശേഷമാണ് നമുക്ക് റാങ്ക് ചെയ്യണം വേണ്ടിയെന്ന് നമുക്ക് വരുന്നത്. അത് ഇൻഡെക്സ് ആണോ എന്താണെന്ന് നമുക്കിവിടെ ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഇൻഡെക്സ് ചെയ്യും. അതിന് തൊട്ട് താഴെ നോ ഫോളോ ഉണ്ട്, അതായത് നോ ഫോളോ ലിങ്ക്സ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അത് വരുന്നത്. അതായത് സ്ക്രോൾ ചെയ്യും, അതിനകത്ത് നിന്ന് വാല്യൂസ് ഒന്നും തന്നെ മറ്റ് പേജുകളിലേക്ക് പാസ് ചെയ്യപ്പെടില്ല. അതാണ് നോ ഫോളോ എന്ന് പറയുന്നത്. നോ ഇൻഡെക്സ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അതായത് ഗൂഗിളിൻ്റെ റോബോട്ടുകൾ വന്ന് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേജ് ഇൻഡെക്സ് ചെയ്യണ്ട എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. കനോനിക്കൽ ടാഗ് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ബ്രെഡ് ക്രംസ് നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. കനോനിക്കൽ ടാഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ URL എന്താണ്, അതായത് ഒരു ഹോം പേജിന് പല URLs കാണും. അതായത് digitalplus.com/ കാണും, digitalplus.com/home എന്ന് കാണും. അങ്ങനെ പല URL ഉണ്ടെങ്കിൽ റോബോട്ട് കൺഫ്യൂസ്ഡ് ആകും. ഏതാണ് ക്രോൾ ചെയ്യേണ്ടത്, ഏതാണ് ക്രോൾ ചെയ്യേണ്ടാത്തത്, ഇൻഡെക്സ് ചെയ്യേണ്ടത് ഏതാണ്, ഇൻഡെക്സ് ചെയ്യേണ്ടാത്തത് ഏതാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും അതൊരു SEO ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് മെയിൻ കനോനിക്കൽ URL നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
തൊട്ട് താഴെ ബ്രെഡ് ക്രം ടൈറ്റിൽ ഉണ്ട്. അതായത് ഒരാൾ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ എവിടെയാണ്, വെബ്സൈറ്റിലെ ഏത് പേജിലാണ് കറൻലി അയാൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രം ടൈറ്റിൽ എന്ന് പറയുന്നത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നമ്മൾ ഹോം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹോം ആണെന്ന് അവർക്കത് മനസ്സിലായിട്ടുണ്ട്. അവിടെ ഞാൻ ജസ്റ്റ് ഹോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഹോം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി. തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ സ്കീമയുണ്ട്. സ്കീമ എന്ന് പറയുന്നത് സ്കീമ മാർക്കപ്പാണ്. അതായത് ഒരാൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വെബ്സൈറ്റിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഏതൊക്കെ പേജുണ്ട്, എന്തൊക്കെ സർവീസ് ഉണ്ട്, അങ്ങനെയുള്ളതെല്ലാം ഒരേ സമയത്ത് തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന്, അതായത് അതിൻ്റെ ആ ഒരു റിസൾട്ടിൽ കാണിക്കുന്നു. നമുക്ക് ജസ്റ്റ് വേണൊരു എക്സാമ്പിൾ നോക്കാം. സ്കീമ ഓക്കെ, നമുക്കിവിടെ ഒരുപാട് സ്കീമ മാർക്കറ്റിൻ്റെ എക്സാമ്പിൾ കാണാൻ പറ്റും. അതായത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ കണ്ടോ, ഒരു വെബ്സൈറ്റിലേക്കാണ് ചെന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ പല ടൂളുകൾ കാണിക്കുന്നു, അതിൻ്റെ അവരുടെ പ്രൈസിങ് കാണിക്കുന്നു, സൈറ്റ് എക്സ്പ്ലോറർ കാണിക്കുന്നു, എബൌട്ട് അസ്, അവരെ പറ്റിയുള്ളത്. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ അകത്തെ എന്തൊക്കെ പേജസ് ആണെന്ന് അതിൻ്റെ അകത്തെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് ആ ഒരു ഗൂഗിളിൽ തന്നെ കാണിക്കും. അതായത് സെർച്ച് ചെയ്ത് വെബ്സൈറ്റിൻ്റെ അകത്ത് പോകാതെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് പേജിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാണിച്ചു തരും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്കീമ മാർക്കപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ SEO റാങ്ക് വളരെയധികം നമുക്ക് കൂട്ടുവാനേ പറ്റും. റൈറ്റ് സൈഡിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് OGP എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഓപ്പൺ ഗ്രാഫ് പ്രോട്ടോക്കോൾ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ലിങ്ക്, ഫേസ്ബുക്കിൻ്റെ ഈ ഒരു ലിങ്ക്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഈ ഒരു ലിങ്ക് കൊണ്ട് കോപ്പി ചെയ്ത് ഞാൻ ഫേസ്ബുക്കിൻ്റെ പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പേജിൽ കൊണ്ട് നമ്മൾ ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൊണ്ട് നമ്മൾ എന്താ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ, വെബ്സൈറ്റിൻ്റെ ഐക്കൺ, വെബ്സൈറ്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടെ ആയിരിക്കും അവിടെ വരുന്നത്. ജസ്റ്റ് ആ ഒരു ലിങ്ക് മാത്രമല്ല പേസ്റ്റ് ആയി വരുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കൂടി ആയിരിക്കും അവിടെ പേസ്റ്റ് ആയി വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റാങ്ക് മാറ്റിൽ പറ്റും. അപ്പോൾ ഒരൊറ്റ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ് റാങ്ക് മാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ റാങ്ക് മാത്തിനെ പറ്റി എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് SEO റാങ്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ റിസൾട്ട് എങ്ങനെ കാണാൻ പറ്റും, എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്, ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരിക്കലും നിൽക്കുന്നില്ല. കണ്ടിന്യൂ ചെയ്ത് പോകുന്നതനുസരിച്ച് നമുക്ക് റിസൾട്ട് വരും, നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് വരും. അതനുസരിച്ച് നമുക്ക് സെയിൽസ് അല്ലെങ്കിൽ ട്രാഫിക് നമുക്ക് കൂടി വരും. അതുപോലെ നമ്മുടെ ബിസിനസ് വളരാനും സാധിക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കിട്ടുവാനായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. താങ്ക് യു.